വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചിട്ട കേസിലും ദൃശ്യം സിനിമ ചർച്ചയായതാണ്. തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ സിനിമയെ അനുകരിച്ചുവെന്നാണ് വിവരം. എന്നാൽ ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം അത്ര സങ്കീർണമല്ല. വെളിപ്പെടുത്തലിന് പിന്നാലെ കൊലയാളി സംഘത്തിലെ 3 പേർ പിടിയിലായി. വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ പിടികൂടുക ദുഷ്കരമെന്ന് കരുതിയെങ്കിലും അയാളും വലയിലായി. വിദേശത്തായിരുന്ന പ്രതിയെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നാലെ നൌഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോഴിക്കോട്ട് നിന്നുള്ള പോലീസ് സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയെന്നാണ് ഇനി അറിയേണ്ടത്. ഗൾഫിലായിരുന്ന നൌഷാദിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. വിസ കാലാവധി കഴിഞ്ഞതോടെയാണ് ഇയാൾ മടങ്ങിയത്. ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയ പ്രതിയെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിമാനത്താവള ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ബംഗളൂരുവിലെത്തി പ്രതിയെ ഏറ്റുവാങ്ങും. കേസിൽ ജ്യോതിഷ്, അജേഷ്, വൈശാഖ് എന്നിവർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. ഒന്നര വർഷം മുമ്പ് കോഴിക്കോട്ട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ജൂൺ 28-നാണ് നീലഗിരിയിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ച് നൌഷാദും കൂട്ടാളികളും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി മൃതദേഹം വനത്തിൽ കുഴിച്ചിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ്, സ്വകാര്യ ചിട്ടി കമ്പനി, റെന്റേ കാർ തുടങ്ങിയ ഇടപാടുകൾ നടത്തിവന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നതെന്ന് പോലീസ് പറയുന്നു. കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ പ്രതികൾ വിളിച്ചു വരുത്തിയത്. 53-കാരനായ ഹേമചന്ദ്രനുമായി ഈ സ്ത്രീ നേരത്തെ പരിചയം സ്ഥാപിച്ചിരുന്നു. ഇവരുൾപ്പെടെ മറ്റു ചിലർ കൂടി കേസിൽ പ്രതികളാകുമെന്നാണ് സൂചന. അതേസമയം കൊലപാതകം നടത്തിയിട്ടില്ലെന്നും ഹേമചന്ദ്രൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ച് ജീവനൊടുക്കിയതാണെന്നുമാണ് നൌഷാദിന്റെ വാദം. ഇങ്ങോട്ട് വരുന്നോ തിരിച്ചു വരുന്നോ ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ മൃതദേഹം പിന്നീട് തമിഴ്നാട്ടിലെത്തിച്ച് കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നൌഷാദിന്റെ വാദങ്ങൾ തള്ളുന്ന അന്വേഷണ സംഘം കൊല നടന്നത് ഇയാളുടെ നേതൃത്വത്തിൽ തന്നെയാണെന്ന നിലപാടിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.